പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ്മ മാത്യു, ബീന ടീച്ചർ. എൻ്റെ കഥയുടെ ഇന്ദ്രജാലം എന്ന ചാനലിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കഥയുടെ ഇന്ദ്രജാലത്തിൻ്റെ 5-ാമത്തെ അധ്യായമായ മനസ്സിൻ്റെ ഇന്ദ്രജാലത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ സ്നേഹത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ, കാഴ്ചയുടെ, ഓർമ്മയുടെ ഇന്ദ്രജാലങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം ചേരുന്നതല്ലേ മനസ്സിൻ്റെ ഇന്ദ്രജാലം? ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര രീതികളുണ്ട്, മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര സമീപനങ്ങളുണ്ട്. എങ്കിലും മനസ്സ് കണ്ടവരുണ്ടോ? ആർക്കും പിടിതരാത്ത ജാലവിദ്യക്കാരനാണ് മനസ്സ്. കൺകെട്ടിലൂടെ ചെപ്പടി വിദ്യകൾ കാട്ടുന്ന ഇന്ദ്രജാലക്കാരൻ. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിരാശകളും ദുഃഖങ്ങളും ഇഴചേർന്ന് മിന്നിമറയുന്ന മനസ്സിൻ്റെ ഇന്ദ്രജാലം. ചാപല്യം കാട്ടുന്ന കുട്ടിക്കുരങ്ങനായും കടുംപിടുത്തക്കാരനായ മർക്കടമുഷ്ടിക്കാരനായും മനസ്സിനെ താരതമ്യം ചെയ്യാറുണ്ട്. മനസ്സിൻ്റെ മായിക ഭാവങ്ങളെ, വ്യത്യസ്ത അനുഭവ തലങ്ങളെ സാഹിത്യത്തിലും സിനിമയിലും അതിസൂക്ഷ്മമായി ചിത്രീകരിച്ചിട്ടുണ്ട്. മഹാകവി കുമാരനാശാൻ എഴുതിയതുപോലെ തന്നതില്ല പരഞ്ഞു ഉള്ളു കാണുവാൻ, മറ്റുള്ളവരുടെ മനസ്സ് കാണുവാനുള്ള കഴിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. മനസ്സിനെ കുറിച്ചുള്ള ഗാനമാണ് ഓർമ്മ വരുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ. കടിഞ്ഞാണില്ലാതെ, കാലുകളില്ലാതെ, തളിരും തണലും തേടി മനസ്സിനെ മാന്ത്രിക കുതിരയായി സങ്കല്പിച്ചിരിക്കുന്നു. കടിഞ്ഞാണില്ലാതെ, കാലുകളില്ലാതെ പായുന്ന ഈ കുതിര സുഖസന്തോഷങ്ങളുടെ തണലുകൾ തേടിയും നവ്യാനുഭവങ്ങളുടെ തളിരുകൾ തേടിയുമാണ് പാഞ്ഞു പോകുന്നത്. മനുഷ്യന്റെ മനസ്സും ഇപ്രകാരം തന്നെയല്ലേ? മനസ്സൊരു മാന്ത്രിക മായക തൻ കഴിവീട്. ഒരു നിമിഷം പല മോഹം അതിവിരിയും ചിരിയോടെ, മറുനിമിഷം നീരിൻ കഥയായി മാറി. മായിക വിദ്യകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാന്ത്രിക കൂടാണ് മനസ്സ്. ഒരു നിമിഷം സന്തോഷത്താൽ ചിരിക്കുകയും മറുനിമിഷം സങ്കടത്താൽ കരയുകയും ചെയ്യുന്ന മനസ്സിൻ്റെ സമ്മിശ്ര വികാരങ്ങളെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ഇന്ദ്രജാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ മോഹങ്ങൾ, ആ മോഹങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രകൾ, അതിനു വേണ്ടിയുള്ള അക്ഷീണമായ പരിശ്രമങ്ങൾ, അതെല്ലാം എത്രമാത്രം വിജയപഥത്തിലെത്തിക്കുമെന്ന് നമ്മുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? പലപ്പോഴും നമ്മൾ മനസ്സിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ മനസ്സിനെ നമ്മുടെ വഴിയെ സഞ്ചരിപ്പിച്ചാലോ? എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ചിറകുകൾ മുളച്ചത് മനസ്സിനോട് ഞാൻ സംവദിച്ച, മനസ്സുമായി പങ്കുവെച്ച കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കുമൊപ്പം മനസ്സ് നിൽക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സഫലീകരിക്കുവാൻ മനസ്സിനോടൊപ്പം ഞാനും എന്നോടൊപ്പം മനസ്സും യാത്ര ചെയ്തു. അങ്ങനെയാണ് മനസ്സിൻ്റെ ഇന്ദ്രജാലം എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മനസ്സൊരു മാന്ത്രിക കുതിര തന്നെയാണ്. എന്നാൽ ഈ മാന്ത്രിക കുതിരയെ നമ്മുടെ മനോവ്യാപാരങ്ങൾ കൊണ്ട് മെരുക്കിയെടുക്കണം. അതുപോലെ തന്നെ മായകളുടെ കൂടാണ് നമ്മുടെ മനസ്സ്. ഇന്ദ്രജാലക്കാരൻ ജാലവിദ്യകൾ കാട്ടുമ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല. അത് ഇന്ദ്രജാലക്കാരന് മാത്രമേ അറിയൂ. എന്നാൽ ഈ ജാലവിദ്യകൾ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന ജാലവിദ്യകളും മാന്ത്രിക കുതിരയുടെ മായിക ലോകവുമൊക്കെ സ്വപ്നം കണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കി തീർക്കാം. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.